ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ 1 കോടി പോയി, 10 ലക്ഷം പോയി, 20 ലക്ഷം പോയി. ഇതെല്ലാം വലിയ തുകകളാണ്. അപ്പം ഞങ്ങൾ ആലോചിക്കും ഇത് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഇത് എവിടെ വരെ സ്റ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത്. ആക്ച്വലി പണം നഷ്ടപ്പെടും. ഇപ്പം ഞാൻ പറയാം, പഴയ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആളുകളുടെ എക്സ്പീരിയൻസിൽ നിന്നാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വലിയ തുക പോയിട്ടില്ലെങ്കിലും ചെറിയ തുകയൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ തുക പോയ ആളുകളും ഉണ്ട്. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ആലോചിക്കുമ്പം ആക്ച്വലി കാൽക്കുലേഷനുകൾ ഇല്ലാതെ നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു $200 ക്യാപിറ്റൽ എങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ പണം നഷ്ടപ്പെട്ടാൽ പോലും നമ്മൾ ചെയ്യേണ്ടത് ആ $200 റീഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ക്യാപിറ്റൽ കൂട്ടിയിടുകയോ അല്ലെങ്കിൽ പുതിയൊരു എമൗണ്ടിനെ സ്ട്രെച്ച് ചെയ്യുകയോ അല്ല ചെയ്യേണ്ടത്. കാൽക്കുലേഷൻ ബേസ്ഡ് ആണ് നിങ്ങളുടെ സ്ട്രാറ്റജി, അതല്ലെങ്കിൽ കാൽക്കുലേഷൻ ബേസ്ഡ് ആണ് നിങ്ങളുടെ മണി മാനേജ്മെൻ്റ് എങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അളന്നിട്ടേ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോവുകയുള്ളൂ. അതല്ലാത്ത പക്ഷം നിങ്ങൾ എങ്ങനെയൊക്കെ മാർക്കറ്റിനെ ഏതൊക്കെ വലിയ സ്ട്രാറ്റജികളിൽ അപ്രോച്ച് ചെയ്യുന്നോ, ഒരു ഫെയിലിയർ വരുമ്പം നിങ്ങൾക്ക് കിട്ടിയ പണവും അല്ലെങ്കിൽ നിങ്ങളുടെ ലാഭവും എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് വ്യക്തമായ ഒരു മണി മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഒരു സിസ്റ്റം, സ്ട്രാറ്റജി ബേസ്ഡ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. ഒരുപാട് വീഡിയോസുകൾ കാണുന്നതാണ്, നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു തരുന്നതൊക്കെയാണ്. പക്ഷേ എന്നാൽ പോലും ഒരു സത്യാവസ്ഥ ഞാൻ വെളിപ്പെടുത്താം. നമ്മളുടെ ഒരുപാട് അറിവുകളല്ല ആക്ച്വലി ട്രേഡിങ്ങിൽ നമ്മളെ പൈസ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. നമ്മൾ കുറഞ്ഞ അറിവ് വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കുന്ന ഒരു ഏരിയയിൽ മാത്രമാണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത്. സോ കൂടുതൽ അപ്ഡേഷന് വേണ്ടി കീപ്പ് വാച്ചിങ്.